your help is coming from the Almighty God. So you look at God. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞു. പിന്നെ അങ്ങോട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറയാം. It will be continued in Saturday. Now I am giving word to everyone because this is a deliverance clinic. God is healing. You have some problems with the stomach. വയറ്റിൽ എന്തോ അസുഖങ്ങളൊക്കെ ഉണ്ട്. God is healing you. വയറിന് അസുഖം ഉണ്ടല്ലോ അല്ലേ? God is healing you. Stomach pain and skin are broken. തൊലിയൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്. You are healed. So God is going to establish you. You come regularly. ഇന്നെന്താ വൈകി വന്നത്? എണീറ്റപ്പോൾ താമസിച്ച എന്താ ഉറങ്ങാത്ത? ഇന്ന് രാവിലെ ഇതുണ്ടെന്ന് അറിഞ്ഞൂടെ? ഓക്കെ. ഐ സ്ലെപ്റ്റ് ഓൾമോസ്റ്റ് 3 AM. ഞാൻ 3 മണിക്കാണ് ഞാൻ കിടന്നത്. So God will establish you. He is giving you a house with well. കിണറുള്ളൊരു വീട് നിങ്ങൾക്ക് ദൈവം അവിടെ താമസിക്കാൻ ഇപ്പോൾ തൽക്കാലം താമസിക്കാൻ തരികയാണ്. നിങ്ങൾക്ക് അപ്പൻഡിസൈറ്റിസ് ആണ്. അങ്ങനെ വല്ല ഭക്ഷണം കഴിക്കുമ്പോഴാണോ വേന? ഇറ്റ് ഈസ് അപ്പൻഡിസൈറ്റിസ്. ഐ സി. അപ്പം ഇതാണ് ദൂത്. നിങ്ങൾ ദൂത് ഏറ്റെടുത്തോണം. കണ്ണുകൾക്ക് മങ്ങലുള്ളതുപോലെ കാണുന്നുണ്ട്. ഉണ്ടോ? എന്താ കണ്ണിൻ്റെ വിഷയം? യു ഹാവ് ഡിംനെസ് ഇൻ യുവർ ഐസ്. കണ്ണ് മങ്ങുന്നുണ്ട്. യുവർ പാരൻസ് ആർ ഹീൽഡ്. നിങ്ങളുടെ മാതാപിതാക്കളെ ദൈവം സൗഖ്യമാക്കുന്നു. യുവർ അഡ്രസ് വിൽ ബി ചേഞ്ച്. നിങ്ങളുടെ അഡ്രസ്സ് ദൈവം മാറ്റുകയാണ്. യു വിൽ സ്റ്റഡി എബ്രോഡ്. നിങ്ങൾ വിദേശത്താണ് പഠിക്കാൻ പോകുന്നത്. വല്ല പിടി കിട്ടുകയാണ് അറിയത്തില്ല. God will send helpers. ഇവിടെ ഏലിയാവിനോട് കാക്കയോട് കൽപ്പിച്ചതുപോലെ ദൈവം ആരോടെ കൽപ്പിക്കും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. പറഞ്ഞു മനസ്സിലായോ? Here we can see God commanded the ravens to give food. Likewise, God will command somebody there and show their face. Your face. നിങ്ങളുടെ മുഖം അവിടെ കാണിച്ചു കൊടുക്കും. ഇതൊന്നും അറിയത്തില്ല അല്ലേ? ഇന്നലെ എത്ര പേര് those who have watched my posting in WhatsApp എന്താ കണ്ടത്? അതല്ല വേറെ ആ ഗ്രൂപ്പിൽ ഒരെണ്ണം ഇട്ടത്. അവിടെ ഒരു സിസ്റ്റർ, ദ സിസ്റ്റേഴ്സ് നെയിം ഈസ് ജാനിസ് വെബർ. ജാനിസ് വെബർ എന്ന് പറഞ്ഞ ഒരു സഹോദരി USA-യിലുള്ളത്. അവർക്ക് ദൈവം സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു എന്നെ ഫോളോ ചെയ്യാൻ. വാട്സപ്പിൽ ഇട്ട് കണ്ടില്ലേ? മനസ്സിലായില്ല? കണ്ടോ? കണ്ടു. എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതല്ല. This is how God has to do miracles. You don't depend on anyone. നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അത്ഭുതങ്ങളൊന്നും കാണത്തില്ല. That person is she is staying in United States of America. She has never seen, എന്നെ കണ്ടിട്ട് പോലുമില്ല. God showed her in a dream and showed my face and told, follow him and support him. എത്ര പേർക്ക് മനസ്സിലായി? This is how God's ministry has to run, not by asking. എത്ര പേർക്ക് പിടികിട്ടി? God will command someone in other country for your education. അപ്പോൾ ഇതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല കേട്ടോ. അവർ അയൽവക്കത്തിലും അടുത്ത കാനറ ബാങ്കിലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ബാങ്കിൻ്റെ കയ്യിലാണ് പൈസ. നോ, ഇറ്റ് ഈസ് ഫ്രോം ഗോഡ്. Where does riches and honor come? 1 Chronicle 29. എവിടെ നിന്ന് വരുന്നു?
യഹോവയിൽ നിന്ന് വരുന്നു, ബാങ്കിൽ നിന്നല്ല. സന്തോഷമില്ല. നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. God is healing you. Mercy of the Lord is upon you. You keep the word and God will keep you safe. നിങ്ങളെ ദൈവം കാക്കും, നിങ്ങളുടെ വീടിനെ ദൈവം കാക്കും. നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? ജപ്തിയായ? So my wife's ornaments I kept in one Manappuram financing company 5 years back, not 5, 10 years, 10-15 years back. Everyone who put the ornaments there before and after there were forfeited. അവരുടെ എല്ലാം ലേലത്തിന് കൊണ്ടുപോയി. But my ornaments, my wife's ornaments are still there. അവിടെ ഇപ്പോഴും ഇരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? I built a wall of fire there. It was before baptism. സ്നാനത്തിന് ശേഷമാണ് ഞാൻ ചെയ്യത്തില്ല, സ്നാനത്തിന് മുമ്പാണ്. I built a wall of fire. So every day you have to pray. You built a wall of fire around your house. No one will have access to your land. നിങ്ങളുടെ സ്ഥലത്തിലേക്ക് ആരും കടന്നു വരത്തില്ല. നിങ്ങൾ എന്നും നെറ്റി നിലത്ത് മുട്ടി പ്രാർത്ഥിക്കുമോ? എന്നും പ്രാർത്ഥിക്കും. ഇതെവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഇതാണ് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണിത്. അവർക്ക് അറിയത്തില്ല, വിടുതൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഈ ജപ്തി നടക്കാതിരിക്കണമെങ്കിൽ വീട്ടിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഉണങ്ങാതെ നടക്കുന്നുണ്ടല്ലേ? അതാണ് പിടികിട്ടിയ. യു ഹാവ് ടു നീൽ ഡൗൺ. എല്ലാവരോടും പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ജപ്തിയോ നിങ്ങൾക്കൊരു വിടുതൽ കിട്ടുന്ന അവിടം വരെയും മുട്ടുമ്മേൽ നിന്ന് യു ഹാവ് ടു നീൽ ഡൗൺ and put your head downwards and pray until you get deliverance. വിടുതൽ കിട്ടും വരെയും കാര്യം നിലവിളിക്കണം. I did this in the beginning. ഞാനും ആദ്യകാലങ്ങൾ ഇങ്ങനെ ചെയ്തു. ഇപ്പൊ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ അറിയത്തില്ല. എങ്ങനെ അറിയും? In the book of Isaiah 65:24, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:24 എന്ത് പറയുന്നു? അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. ഇവിടെ ബാങ്കുകാർ വരുന്ന അറിയുമ്പോഴേ ഇവിടെ വിടുതലായി. എല്ലാം പിടികിട്ടിയ. അപ്പൊ നമ്മൾ ആ ലെവലിൽ വരയ്ക്കണം. ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരുന്നെന്ന് അവിടെ കമ്മിറ്റി കൂടുമ്പോഴേ ഇവിടെ വിടുതലായിരിക്കുകയാണ്. അത് ഒന്നും കൂടെ വായിച്ചത്. So when I am speaking, I am getting deliverance first. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിളികിട്ടിയ. നമ്മൾ ഇതിനുവേണ്ടി മെനക്കെട്ട് പ്രാർത്ഥിക്കേണ്ട. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോഴും അത് വേണം. ഇദ്ദേഹത്തിന് ഇപ്പോഴും he has to kneel down and pray. In the beginning also I did like that. I was lying on the floor and I was stretched my hands and said, I am lying on the cross. ഞാൻ കർത്താവെ കുരിശി കിടക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വേണ്ട. Why? My account and the account of Jesus are same. എൻ്റെ അക്കൗണ്ടും യേശുവിൻ്റെ അക്കൗണ്ടും ഒന്നാണ്. അതുകൊണ്ട് എനിക്ക് ഭാരമില്ല. But you have to pray. You will be saved. നിങ്ങൾ സ്നാനപ്പെട്ടോണം കേട്ടോ. കാലുവേദന കാണുന്നുണ്ട്. കാലുവേദന ഉണ്ടോ? യു ഡിലൈറ്റ് ഇൻ ദ ലോർഡ്, യു വിൽ ഗെറ്റ് ഡെലിവർ. ദൈവത്തിൽ സന്തോഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. കാലിന് വേദനയുണ്ടല്ലേ? തലകറക്കമല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടോ? മാറിയാ? സോ യു ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ സന്തോഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. സന്തോഷിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളിന്ന് നേരത്തെ വരാത്തത്? Why you did not come early today? If you had come earlier, you could have come and minister. After 4 times you can minister when you come earlier. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ല. വഴക്ക് പറയുന്നുണ്ടോ?
So the Lord will bless you. Lord will bless your children. Money is coming from abroad. അപ്പോൾ സന്തോഷമില്ല. എന്താ സന്തോഷിക്കാത്തത്? ഐ ആം വെരി ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷമാണ്. അല്ലാന്ന് പറയാമോ? നമ്മൾ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാതിരിക്കും. അല്ല, അവർ ആരൊക്കെ പുറത്തോട്ട് നോക്കണം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് അഭിനയമായിരിക്കും. ഞാൻ സന്തോഷവാനല്ലെങ്കിൽ ഞാൻ ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്പീക്കിംഗ് എവറിത്തിങ് ഔട്ട് ഓഫ് ജോയ്. ഞാൻ സന്തോഷ നിമിത്തമാണ് ഇതെല്ലാം പറയുന്നത്. ഐ ആം വെരി ഹാപ്പി.